അതാണ് ഉണ്ടായത്. കേരളത്തിലുണ്ടായത്, ഇന്ത്യയിലുണ്ടായത്, പതിനെട്ടാമതായത് ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ റിസ്ക് ഏറ്റെടുക്കുവാൻ നേതൃത്വം തയ്യാറായില്ല. ഇവിടെ നേതൃത്വം അതിന് തയ്യാറായി. നിങ്ങൾ കൂടെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു 15,000 രൂപ ഈ ഒരു പരിപാടിക്ക് ചെലവാകും. ഇതുപോലെ 100 പരിപാടിയായിപ്പോൾ കുറഞ്ഞത് 60,000 രൂപ. ഒരു പ്രോഗ്രാം പറ്റി ഏറ്റെടുക്കേണ്ട ഒരു പരിപാടിയാണ്. സംസ്ഥാന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കണ്ടാശ്ശേരിയാണ്. ആ കണ്ടാശ്ശേരി എന്ന് പറയുന്നത് ഒന്നേ പോകുന്നു. ഈ ലോകത്തിന്റെ കാര്യം പറഞ്ഞാലും ഇന്ത്യയുടെ കാര്യം പറഞ്ഞാലും ഇപ്പൊ കേരളത്തിന്റെ കാര്യം പറഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കണിയാൻ പിടിച്ചത് എങ്ങനെ കിട്ടുന്നത് പോലെ കാര്യം കണിയാനെ കൊണ്ട് നടക്കുന്ന കാര്യം മാർക്സിസ്റ്റുകാരെ പിടിച്ച് പണത്തിൽ കേൾക്കാൻ പറഞ്ഞാൽ കണിയാനെ പിടിച്ച് എങ്ങനെ കേൾക്കുകയിൽ എന്താണോ സംഭവിക്കുന്നത് പകുതി ഇറക്കിയപ്പോൾ കണിയാന് വീഴും. അതുപോലെ വീഴ്ച എന്ന് പറയുന്നത് ദുരന്തവുമാണ് ഇവിടെ ഉണ്ടായത്. അതിൽ ഏറ്റവും ആദ്യത്തെ ദുരന്തത്തിന് വിധേയമായ ജനങ്ങൾ ചെവിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് യോഗം നടക്കുന്നത്. മത്സ്യത്തൊഴിലാളി 10 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട് കേരളത്തിൽ. 2.5 ലക്ഷം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ്. 2.5 ലക്ഷം. അത് ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. 2018 പ്രളയമല്ലേ MM മണി മെയിൻ ദുരന്തമായിരുന്നത്, പിണറായി വിജയൻ മെയിൻ ദുരന്തമായിരുന്നത്. മഴയുണ്ടായി 10 ദിവസം മഴ തിമർത്തു പെയ്തു. ആ 10 ദിവസത്തെയും വെള്ളം മലമുകളിലുള്ള 38 ഡാമുകളിൽ നിറച്ചു വെച്ചു ഈ വിവരദോഷികൾ. ഒരു ദിവസം ബീവറേജിന്റെ ഔട്ട്ലെറ്റ് തുറക്കുന്ന ലാഭത്തോടുകൂടി, കള്ളുഷാപ്പ് തുറക്കുന്ന ലാഭത്തോടുകൂടി ഈ വിവരദോഷികൾ അതൊക്കെ തുറന്നു വിട്ടു. അങ്ങനെയാണ് കേരളം നശിച്ചത്. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉൾനാടൻ മത്സ്യ മേഖല ഉൾക്കൊള്ളുന്ന കായലും ആറുമൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ജല സംഭരണി ആകെ നികന്നു. ആവാസ വ്യവസ്ഥ തകരുകയുണ്ടായി. ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത് മത്സ്യത്തിന്റെ പ്രചരണം ആപത്തിലായി. പല മത്സ്യങ്ങളും വംശനാശം സംഭവിച്ചു. ഈ കഴിഞ്ഞ 2016 8 വർഷമായി. ഈ 8 വർഷം കൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും പഠനവും നടത്തുവാനായിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എനിക്കൊരു അഭ്യർത്ഥന സാധ്യതകളുണ്ട്. ഈ കായൽ മേഖലയിലുള്ള മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുമായിട്ട് ആലോചിച്ചിട്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുമായിട്ട് ആലോചിച്ചിട്ട് ഇതൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കായലിൽ സംഭവിച്ചിരിക്കുന്ന പാരിസ്ഥിതികമായ ആവാസ വ്യവസ്ഥയിലെ തകർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല. 2.5 ലക്ഷം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളിൽ ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഡാം ദുരന്തം ആലപ്പുഴയേക്കാൾ, പത്തനംതിട്ടയേക്കാൾ, കോട്ടയത്തേക്കാൾ ഏറ്റവും കൂടുതൽ പുഴകളുള്ള എവിടെയാണെന്ന് അറിയാമോ? അത് കാസർഗോഡാണ്. പക്ഷെ കാസർഗോഡ് ഒരിക്കൽ പുഴയിൽ ഡാമില്ല തുറന്നുവിടാനായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ചെന്നില്ല. കാസർഗോഡ് ഇവിടെ ഒന്നിച്ച് തുറന്നു വിട്ടു. അതുപോലും വോട്ടാക്കി മാറ്റുവാൻ, പ്രകടനപരമായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുപോലും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ പറഞ്ഞ കാര്യം വിലക്കയറ്റത്തിന്റെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്നലെ ഇന്ത്യ തന്നെ നടന്ന ധർണാസമരമില്ലേ, റേഷന്റെ വാർത്തകളിൽ ധർണാസമരം. ഇത് കഴിഞ്ഞ ആ ഉമ്മൻചാണ്ടി ഭരണ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐക്കാരുടെ വാർത്താ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് മുമ്പ് 96 മുതൽ 2001 വരെയുള്ള കാലഘട്ടം, ആ അച്യുതാനന്ദന്റെ ഭരണകാലഘട്ടവും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടവും പിണറായിയുടെ 2 ഭരണകാലഘട്ടവും പ്രിയപ്പെട്ടവരെ ഡിവൈഎഫ്ഐക്കാരുടെ വാർത്താ ബോർഡിൽ നിലവാരമില്ലാതെ വന്നു. അച്യുതാനന്ദന്റെ ഭരണത്തിൽ നടക്കത്തില്ല സ്വന്തം ഭരണം. പിണറായിയുടെ ഭരണത്തിൽ ഒരിക്കലും നടക്കത്തില്ല. ആരാണ് കാരണഭൂത ചെങ്കുടിക്ക് കാവലാളാണ് ഇരിക്കുന്നത്. ഗോവിന്ദൻ പറഞ്ഞത് സൂര്യനാണ് ഉണ്ടാവുന്നത്. സൂര്യന്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല. അപ്പൊ സൂര്യ നമസ്കാരം